അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി പുറപ്പെട്ട് നിൽക്കുമ്പോഴായിരിക്കും ഇതുപോലെ മഴ. ഞാനിന്ന് ക്ലാസ്സിലേക്ക് പോകാൻ കറക്റ്റ് ഇറങ്ങിയ സമയത്ത് മഴ പെയ്തു കേട്ടോ. നല്ല രീതിയിൽ ചാറുന്നുണ്ടായിരുന്നേ. പിന്നെ കുടയും നൂർത്തി ടൗൺ വരെ അങ്ങോട്ട് പോയി കേട്ടോ. അതുവരെയും മഴ ഉണ്ടായിരുന്നേ. മഴ പെയ്യുമ്പോൾ നല്ല രീതിക്ക് കോട ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ടേ. വീട്ടിലേക്ക് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് നല്ല രീതിയിൽ ചാറുന്നുണ്ടായിരുന്നു കേട്ടോ. അത്ര അങ്ങോട്ട് കോട ഉണ്ടായിരുന്നില്ല. ഞാൻ മിക്കപ്പോഴും എങ്ങോട്ടേലും ഒക്കെ പോകുമ്പോഴേ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഞാൻ മഴ നനഞ്ഞു നോക്കൂ കേട്ടോ. ഇപ്പം മാറും കുട നനയ്ക്കണ്ടല്ലോ എന്ന് വിചാരിച്ച്. കനത്ത മഴയാണെങ്കിൽ മാത്രമേ നൂർത്താറുള്ളൂ കേട്ടോ. നനഞ്ഞ കുട ബാഗിലേക്ക് വെക്കാൻ വലിയ മടിയാണ്. ഞാനിങ്ങനെ നടന്നു പോയപ്പോഴേ ആ കാടിൻ്റെ ഇടയിൽ കൂടെ ഒരു വെളുത്തൊരു ഓർക്കിഡ് മാതിരി ഒരു പൂവ് കണ്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് അടുക്കാനാവുമ്പോൾ തന്നെ കുറേ കരിയേലപ്പിടയും ചീവീടിൻ്റെയൊക്കെ സൗണ്ട് ആയിരിക്കും എപ്പോഴുവേ. എല്ലാ ദിവസവും കാണും കേട്ടോ ഇതുപോലെ ഒരുപാട് നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ വീടിൻ്റെ കുന്നത്ത് എത്തുമ്പോൾ ഒരു സമാധാനമാണ്. ഇതാണ് കേട്ടോ ഞാൻ വന്ന വഴി. അങ്ങനത്തെ ആ വീടിൻ്റെ ഉമ്മറത്തെത്തിയപ്പോൾ തന്നെ അടുക്കളയിൽ എന്തോ എണ്ണയിൽ പൊരിക്കുന്ന മണം വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ അമ്മ ചൂടോടുകൂടി പഴംപൊരി ഉണ്ടാക്കുകയാണേ. ടൗണിൽ ബസ് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ അമ്മേനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ എനിക്ക് നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്, എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണേന്ന്. ചോറിരിപ്പുണ്ട്, വരുമ്പോൾ അത് കഴിച്ചാൽ മതി എന്ന് പറയുമെങ്കിലും എന്തെങ്കിലുമൊക്കെ അമ്മ ഉണ്ടാക്കി വെക്കാറുണ്ട് ഇതുപോലെ.